ഉറക്കൊന്നുമില്ല. 2-3 മണിയെല്ലാം കഴിയുമ്പോഴത്തേനാണ് കുറച്ച് കണ്ണടക്കുന്നത്. അത്ര പോലും ഇവിടെ പേടിച്ച് വിറച്ചിട്ടാണ് ഇരിക്കുന്നത്. പണിയെങ്കിലും പണി മര്യാദക്ക് ഈ നാട്ടിലില്ല. പണി കിട്ടണമെങ്കിൽ തന്നെ ടൗൺ ഏരിയയിൽ ദൂരം പോകണമല്ലോ അല്ലേ? ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പോവില്ല. നേരം വെളുക്കുന്ന ഒരു 5 മണി വരെ ഇവിടെ തന്നെയല്ലേ? ഇവിടെ തന്നെ പാറന്റെ മുകളിൽ. എന്തിന്? രാജവമ്പലിന് ഇവിടെ പിടിച്ചോ? 3.5 മീറ്റർ നീളം ഉണ്ടായിരുന്നു. ഓ, ഫോഴ്സുകാർ ഇതുവരെ ആയിട്ടും ഇതിനൊരു നടപടി എടുക്കുന്നു പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ടും അവർ ചെയ്തു തന്നിട്ടില്ല. വാതില് മാറ്റി തരണം എന്ന് പറഞ്ഞായിരുന്നു. വേണ്ടുന്ന സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അവർ ഇന്ന് വരെ ആയിട്ട് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നന്ദിയും കടപ്പാടും ഉണ്ട്. നമ്മളെ ഈ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷിച്ച ചേട്ടൻ്റെ കുടുംബത്തിനും നല്ലത് വരട്ടെ. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ആർളം ഫാമിലെ 7-ാം ബ്ലോക്കിലാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ 7-ാം ബ്ലോക്കിലെ ജിത്തു എന്ന് പറയുന്ന ആ സഹോദരൻ്റെ വീട്ടിൽ കറണ്ട് കൊടുക്കുന്ന ഒരു വീഡിയോ, കറണ്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ അന്ന് ഞാൻ ആ വീഡിയോയിലൂടെ തന്നെ 2 കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഒന്ന്, ചേച്ചിയുടെ ചികിത്സാ സഹായമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും, അതുപോലെ തന്നെ അവരുടെ ആ വാതിൽ വളരെ ബുദ്ധിമുട്ടിയാണ്. കാരണം നമ്മൾ 9 മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോഴൊക്കെ അത് ആ വീഡിയോയിൽ നമ്മളന്ന് കാണിച്ചിരുന്നു. ആ കാട്ടാനയാണ് അവരുടെ വാതിൽ തകർത്തു. ഫ്രണ്ടിലത്തെ വാതിലും തകർത്തു, ബാക്കിലത്തെ വാതിലും തകർത്തു. പിന്നെ ആ ഒരു വാതിലിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ വാതിലൊന്ന് ശരിയാക്കുന്ന കാര്യവും നമ്മൾ അന്നത്തെ ആ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. അന്ന് അക്കൗണ്ട് നമ്പർ ഞാൻ അന്ന് ആ വീഡിയോയിൽ കൊടുത്തിരുന്നു. പക്ഷേ യൂട്യൂബിൻ്റെ ഒരു പോളിസി പ്രകാരം അക്കൗണ്ട് നമ്പറോ കാര്യങ്ങളൊന്നും പരസ്യമായിട്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത ഉടനെ ആരോ റിപ്പോർട്ട് ചെയ്യുകയോ എന്തോ ചെയ്തു. എന്തായാലും ആ വീഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നു. പിന്നീട് രണ്ടാമതിട്ട വീഡിയോയിൽ നമുക്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കാനും പറ്റിയില്ല. പക്ഷേ ആദ്യം നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോ അത്യാവശ്യം ആളുകളിലേക്ക് എത്തിയിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് ആളുകൾ അവർക്ക് പൈസ ഇട്ട് കൊടുത്തിരുന്നു. കുറച്ച് ഏതാണ്ട് പൈസ ഒരു 10,000-10,000 രൂപ കണ്ട് ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതൊന്നും അവർക്കൊന്നും ആകുന്നില്ല. ഒരു CT MRI പോലും എടുക്കാനുള്ള പൈസ ആയിട്ടില്ല. ഇനിയും അവർക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് പ്രദീപ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അദ്ദേഹം പറയുകയാണ്, ആ വാതിലിൻ്റെ എത്ര രൂപ ചിലവ് വരുമെന്ന് ചോദിച്ചു. ആ വാതിലിനുള്ള മുഴുവൻ തുകയും ഞാൻ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു. 2 വാതിൽ. അപ്പോൾ ഞാൻ പല സൈസ് ഡോറിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ആന കുത്തി പൊട്ടിച്ചതാണ്, ആ വാതിൻ്റെ ശോചനീയാവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്, ഇനി ചെയ്യുമ്പോൾ നല്ല വാതിൽ തന്നെ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞ് തേക്കിൻ്റെ വാതിൽ തന്നെ ചെയ്യണം എന്ന് നിർബന്ധം പറഞ്ഞു. അങ്ങനെ നമ്മൾ കടയുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ തേക്കിൻ്റെ വാതിൽ തന്നെ നമ്മൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ദിവസം ഇവിടെ വന്ന് എടുത്തുകൊണ്ടേ കൊടുത്ത് പുതിയ തേക്കിൻ്റെ വാതിൽ പണിയിപ്പിച്ചു. ഇപ്പം നമ്മൾ ആ കാണുന്നത് അത് കടയിലിരിക്കുന്ന ആ രംഗങ്ങളാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട് അത് ചെയ്ത് തരാനായിട്ട് കാണിച്ച ആ ഒരു മനസ്സിന് പ്രദീപേട്ടനോട് നന്ദി പറയുകയാണ്. പ്രദീപേട്ടൻ എറണാകുളം സ്വദേശിയാണ്. അദ്ദേഹം മസ്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം നമ്മുടെ ഈ വീഡിയോ കണ്ട് അദ്ദേഹം അതിന് സഹായം അറിയിക്കുകയായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ ഇതൊക്കെയാണ്. അവരുടെ ഒരു ആവശ്യം എന്നെ കൊണ്ട് നടത്തി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഞാൻ എടുത്ത ആ വീഡിയോ കണ്ടിട്ട് ആളുകൾ അവരെ സഹായിക്കാൻ വന്നു എന്ന് അറിയുന്നതിലും വളരെ സന്തോഷം. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമായിട്ട് അതിൻ്റെ കൂടെ നിന്ന് അത് ചെയ്യിക്കാനൊക്കെ സഹായിക്കാൻ പറ്റിയതിലും എനിക്കൊരു സന്തോഷമുണ്ട്. ഏതായാലും നമ്മളിനി ആ ഡോറ് നമ്മൾ കടയിൽ നിന്ന് എടുത്ത് അത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുന്നിടം വരെയുള്ള വിഷ്വൽസ് ആയിരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്നത്.
അങ്ങനെ ഡോറ് ഇവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഡോറ് പിടിപ്പിക്കുന്ന ഒരു കാഴ്ചകളാണ് കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ ജിത്തു ചേട്ടന് വാതിൽ എന്ന ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകാനായിട്ട് പോവുകയാണ്. നമ്മൾ വാതിൽ കൊണ്ട് ഇറക്കി കഴിഞ്ഞു. ഇന്നലെ വന്നാ മിനിയാന്തെയാ? ഓ, വന്നപ്പോൾ തന്നെ കാണിക്കും കേട്ടോ. മിനിയാന്ന് ആന വന്ന ഏതാ ഇതാ? വന്നിട്ട് ചെയ്തു വെച്ചതാ. ഓഹോ, വന്നപ്പോൾ തന്നെ ചേട്ടൻ കാണിക്കുന്ന കേട്ടോ. മിനിയാന്ന് ആന വന്ന രംഗമാണ് കേട്ടോ. കണ്ടോ, ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ? ഇതാണ് ഇവരുടെ അവസ്ഥ കേട്ടോ. ഈ പകൽ സമയത്ത് പോലും ഈ കാടിൻ്റെ അകത്ത് ആന ഉണ്ടാകുന്നതാണ്. ഇവിടെ ഉണ്ടാവില്ല ആന? ഓ, ആ, ഇന്ന് രാവിലെ ഓടിച്ചോളൂ കേട്ടോ പറഞ്ഞു. ഏതായാലും സാരമല്ല, ഇനിയിപ്പോൾ എന്തായാലും വാതിൽ സെറ്റായല്ലോ. അതിൽ നമ്മുടെ വാതിൽ ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലെന്ന് പറഞ്ഞിരുന്നേ തേക്കിൻ്റെ വാതിൽ, കാരണം ആന ഇറങ്ങുന്നല്ലേ, അപ്പോൾ തേക്കിൻ്റെ വാതിൽ തന്നെ വേണം, നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നിട്ടെന്ന് പുള്ളി പറഞ്ഞിട്ടാണ്. ഓക്കെ, പഴയ വാതിൽ പൊളിക്കും കേട്ടോ. ഇതൊക്കെ ഒരു 9 മാസം മുന്നേ കാട്ടാന പൊളിച്ച വാതിലാണ് ഇത്. അതുപോലെ തന്നെ ഈ പുറവശത്തെ വാതിലും, ഇത് 2 വാതിലും അന്ന് കാട്ടാന പൊളിച്ചാണ്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോയിലൂടെ കണ്ടിട്ടുള്ളത് കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ആറളം പ്രദേശമാണ്. ഇവിടെ നിരന്തരം ആന വരുന്ന ഒരു പ്രദേശമാണ്. ഇതിൻ്റെ തൊട്ടപ്പുറം ഈ ഒരു സ്ഥലത്തൊക്കെ ഞാൻ തന്നെ ആനയെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ആനയെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തുനിന്നും ഒക്കെ കണ്ടിട്ടുണ്ട്. വൈകിട്ട് ഒരു 4-5 മണി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന ഈ കുന്നയിൽ നിന്നൊക്കെ ഇറങ്ങി വരും. ഇതൊക്കെ മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇതൊന്നും ഫോറസ്റ്റ് ഒന്നും അല്ല, നിങ്ങൾ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. ഇതൊന്നും ഫോറസ്റ്റ് അല്ല. പക്ഷേ കാട്ടാനകളുടെ വിഹാര കേന്ദ്രമാണ് ഇവിടെയൊക്കെ എന്ന് പറയുന്നത്. കുറച്ചൊക്കെ സമാധാനം ഉറക്കൊന്നില്ല. 2-3 മണിയെല്ലാം കഴിയുമ്പോഴത്തേനാണ് കുറച്ച് കണ്ണടക്കുന്നത്. അതെ അതെ അതെ, അത്ര പോലും ഇവിടെ പേടിച്ച് വിറച്ചിട്ടാണ് ഇരിക്കുന്നത്. അതുമാത്രമല്ല, പെണ്ണുങ്ങളെയും കൊണ്ട് സുഖമില്ലാത്ത പെണ്ണുങ്ങളല്ലേ. അതെ അതെ അതെ, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം അങ്ങനെ 1-1.5 ആഴ്ച പനിയും പിടിച്ച് കിടന്നതാണ്. നോക്കുമ്പോഴത്തേന് ഇപ്പോൾ ശരീരത്തിൽ ക്ഷീണവും പിടിച്ച് വയറ്റിലൊരു മുഴയുണ്ടാവും. അതിന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനോ പണിയെങ്കിലും പണിയും മര്യാദയ്ക്ക് ഈ നാട്ടിലില്ല. പണി കിട്ടണമെങ്കിൽ തന്നെ ടൗൺ ഏരിയയിൽ ദൂരം പോകണമല്ലോ അല്ലേ. ചികിത്സേൻ്റെ കാര്യമാണ് നമുക്ക് കാര്യമായിട്ട് വേണ്ടത്. ഇവളെ കൊണ്ട് പോവുകയാണെങ്കിൽ വയറ്റിൽ നിന്ന് വേദന എടുത്തിട്ട് രാത്രിക്ക് ഒരേ ഇതാണ്. അതുകൊണ്ട് ഇപ്പോൾ ചികിത്സ തുടങ്ങിയിട്ട് കുറേ ആയോ? ആ, 1 വർഷം കഴിഞ്ഞ്. ഇത് ഇതുവരെ ആരും ഇതിനെ പറ്റിയിട്ട് ആ കിരൺ സാറും പിന്നെ രജീഷും അവരെല്ലാവരും കൂടിയിട്ട് ഒരു സഹായം ചെയ്തുകൊണ്ട് അന്ന് ആ സ്കാനിങ്ങിൻ്റെ ചെയ്ത് നന്നായിട്ട് നടന്നു. അതേപോലെ ആരെങ്കിലും എന്തെങ്കിലും സഹായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ ഇതിൻ്റെ ഉള്ളിൽ. അന്ന് കുറച്ച് പൈസ ചേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് വന്നായിരുന്നല്ലോ അല്ലേ? അങ്ങനെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയെന്നാട്ടോ പറയുന്നത്. വേറെ വരുമാനമൊന്നുമില്ല, ഇങ്ങനത്തെ സ്ഥിതിയല്ല. നമുക്ക് സെറ്റ് എല്ലാം റെഡിയാക്കാം. ഇളക്കാനൊന്നും ഇല്ലല്ലേ, മൊത്തം തീർന്നു. അത് ഇങ്ങോട്ട് വെച്ചേക്കാവോ? അങ്ങോട്ട് വെച്ചു. ഒന്നും കയറാതിരിക്കാൻ വെച്ചായിരിക്കും അല്ലേ കഷ്ണങ്ങൾ. ഇനി അടുപ്പ് കത്തിക്കാൻ കൊള്ളാം, ഇത്രയും കോലത്തിനായിട്ടോ. ഇതായിരുന്നു കേട്ടോ ഇവരുടെ വാതിൽ. ഈ വാതിൽ ഇതൊക്കെ ആന കുത്തിപ്പൊളിച്ച സംഭവമാണ്. ഇത് നിങ്ങൾക്ക് അന്ന് കിട്ടിയ വാതിലത്? ഓ, ഈ വാതിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കിക്കേ. ചെറിയ പട്ടിക കഷ്ണങ്ങൾ കൂട്ടി വെച്ച് അടിക്കുക, അതിൻ്റെ പുറത്തോടെ പ്ലൈവുഡ് ഇട്ട് അടിച്ച് ഉണ്ടാക്കിയ കേട്ടോ. പിന്നെ എങ്ങനെ ഇത് പോവാതിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഏതായാലും ഇതുണ്ടാക്കിയവരെ സമ്മതിക്കണം. ഇങ്ങനെ വാതിലുണ്ടാക്കാമെന്ന് അവർ കാണിച്ച് തന്നു കേട്ടോ. ഏതായാലും നമ്മൾ പുതിയ വാതിൽ പിടിപ്പിച്ച് കൊടുക്കുന്നത് തേക്കിൻ്റെ വാതിലാണ്. പഴയ ഡോറ് ഇളക്കി മാറ്റിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ.
ഞാനത് നേരത്തെ കാണിച്ചു ഇളക്കി മാറ്റിയ ഡോർ ഇവിടെ ഉണ്ട്. ഡോറിൻ്റെ മാത്രമല്ല, ഈ ഒരു സാധനമൊക്കെ ഭയങ്കര ഫ്രണ്ടിലത്തെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതൊക്കെ അങ്ങനെ തുരുമ്പ് പിടിച്ച് അങ്ങ് എത്തിപ്പോയ സാധനമായിരുന്നു. അതപ്പോൾ ഫ്രണ്ടിൽ ഇളക്കിയെടുത്തപ്പോൾ കുറച്ച് പോർഷനൊക്കെ കുറച്ചൊക്കെ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്തു. പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പഴയതായി മൊത്തം തുരുമ്പ് പിടിച്ച് ദ്രവിച്ച് പോയായിരുന്നു. ഏതായാലും പുള്ളി വലിയ കുഴപ്പമില്ലാതെ സംഭവമൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പോവില്ലല്ലേ? പോവില്ല. നേരം വെളുക്കുന്ന ഒരു 5 മണി വരെ ഇവിടെ തന്നെയല്ലേ? ഇവിടെ തന്നെ. പാറന്റെ മുകളിൽ എന്തിന് രാജവമ്പലിന് ഇവിടെ പിടിച്ചോ? 3.5 മീറ്റർ നീളം ഉണ്ടായിരുന്നു. ഓ, ഇവിടുന്ന് പിടിച്ച ആ പാറന്റെ മണ്ടക്ക് ഈ പാറന്റെ ഈ കാണുന്നോ? ഓ, നിങ്ങളൊക്കെ കണ്ടോണ്ട് നിൽക്കായിരുന്നു? ഞാൻ പെണ്ണുങ്ങളെ കൊണ്ട് ഇവിടെ നിൽക്കുന്ന അന്നേരത്തിന് ആ സമയത്ത് 3 മീറ്റർ സാധനം നീളം, വലിയ പമ്പല്ലേ? നിങ്ങളെ ആദ്യം കണ്ടേ? ആദ്യം കണ്ടേ നിങ്ങളാ? എന്നാ സംഭവം ഉണ്ടേ? അത് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ആണല്ലേ? നമ്മളിവിടെ അടച്ചേ. വാതിലടച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ കണ്ടോ, ഈ കട്ടളയ്ക്ക് പോലും ഒരു കറക്റ്റ് ഇതില്ല കേട്ടോ. കട്ടള പോലും ഒരു ചെരിവുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വീതി കുറവാണ്. വീതി കുറഞ്ഞു വരിക. വാതിൽ പക്ഷേ നമ്മൾ പണിത് കറക്റ്റ് വീതിക്കായതുകൊണ്ട് കണ്ടോ, ഇവർക്ക് കൊടുത്ത വീട് ഇതിൻ്റെ പല പണികളും ഭയങ്കര അപാകതകളാണ് കേട്ടോ മൊത്തത്തിൽ. ചേട്ടാ, ഈ വാതിൽ ശരിക്കും എന്നാ പോയേ? 8-9 മാസമായില്ലേ? അന്ന് ഞാൻ ആദ്യം വന്നപ്പോൾ അല്ലേ? ആദ്യം വന്നപ്പോൾ എന്താന്ന് വെച്ചാൽ അത് അവരോട് അന്ന് എങ്ങനെയാ അത് ആന വന്നത്? ആന വന്നതും പിന്നെ അവരോട് വിളിച്ചിട്ടും പറഞ്ഞിട്ടും അവർ വന്നിട്ടുമില്ല. ആരാ? പോർച്ചുകാർ. ഇതുവരെ ആയിട്ടും ഇതിനൊരു നടപടി എടുക്കുന്ന പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ടും അവർ ചെയ്തു തന്നിട്ടില്ല. വാതിൽ മാറ്റി തരണം പറഞ്ഞായിരുന്നു. വേണ്ടുന്ന സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അവർ ഇന്ന് വരെ ആയിട്ട് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഏത് നിമിഷവും പകൽ സമയത്തും ഇവിടെ കുന്നേലൊക്കെ ആർല ഫാമിൻ്റെ പ്രദേശത്തൊക്കെ അണ്ടി വറുക്കുന്നുണ്ട്, കശുവണ്ടി വറുക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ പടക്കം പൊട്ടിച്ചിട്ടൊക്കെ ആനയെ ഓടിക്കുമ്പോൾ ആന നേരെ ഇങ്ങോട്ടൊക്കെ ഓടി വരാറുണ്ട്. അതല്ലാതെ രാത്രി അല്ലാണ്ട് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വീടിൻ്റെ മുറ്റത്താണ് നിന്നതെന്ന് പറഞ്ഞാൽ. ഏതായാലും വാതിൽ കിട്ടി സന്തോഷമായില്ലേ? ഏതായാലും നമുക്കിനി പോളിഷും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തത്തിൽ ഒന്നുകൂടെ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു 2-3 ദിവസത്തെ പ്രോഗ്രാം ഇവിടെ ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ്. ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. ഇന്ന് നമ്മൾ വാതിലിന് പോളിഷ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വാതിലൊക്കെ ഫിറ്റ് ചെയ്തതിൻ്റെ ഇതൊക്കെ നിങ്ങൾ തൊട്ട് മുന്നേ കണ്ടിരുന്നു. അപ്പോൾ വാതിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം ഫോട്ടോ ഞാൻ പ്രദീപേട്ടന് അയച്ചു കൊടുത്തപ്പോൾ പ്രദീപേട്ടൻ പറഞ്ഞു, എടാ അതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടിരിക്കുന്നു, പുതിയ വാതിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഒരു ഇത് തോന്നുന്നില്ല, നീ ഒരു കാര്യം ചെയ്യുക, ആ വീടിൻ്റെ മുൻവശം ഒന്ന് പെയിൻറ്റ് ചെയ്തും കൂടെ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഇപ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങും കൂടെ ഇപ്പോൾ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ വാതിലിൻ്റെ പോളിഷിങ്ങും പെയിൻറ്റിങ്ങും കൂടെ വീടിൻ്റെ ഫ്രണ്ട് വശം പെയിൻറ്റ് ചെയ്യാൻ കൂടെ പോവുകയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഇനി ബാക്കിയുള്ള സമയം നിങ്ങൾ കാണാനായിട്ട് പോകുന്നു. ഏതായാലും രാവിലെ സമയമാണ്. ഇപ്പോൾ ഒരു 10 മണി ആകുന്നതൊക്കെ ഉള്ളൂ, 9-9:30 ആയിട്ടുള്ളൂ. ഏതായാലും നമ്മളിന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഏതായാലും നമുക്കിനി വാതിൽ പോളിഷിങ് ആദ്യം നമ്മൾ വീട് പെയിൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, അത് കഴിഞ്ഞിട്ട് പോളിഷ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. കുറേ പായലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജിത്തു ചേട്ടൻ തന്നെ അത് ചരണ്ടി തരാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറി ഇച്ചിരി ടാസ്ക്കാണ്. ഏതായാലും അത് ഒന്ന് ക്ലീൻ ചെയ്യാണ് പെയിൻ്റ് അടിക്കാൻ പാകത്തിന്. ഇത് 4 ലിറ്ററിൻ്റെ ബക്കറ്റായിരിക്കും അല്ലേ? 1 ലിറ്ററിൻ്റെ 2 ബക്കറ്റ്, അങ്ങനെ 6 ലിറ്റർ.
പെയിൻറ്റിങ്ങിൻ്റെ പരിപാടി തുടങ്ങണം കേട്ടോ. അങ്ങനെ രണ്ടാം റൗണ്ട് പെയിൻ്റ് അടി ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ആ ഡോറിനടിക്കാനുള്ള ഇനാമലാണ് ഈ കാണുന്നത്. ഈ കളറാണ് ഇനി ഡോറിന് വരിക കേട്ടോ. ഏകദേശം തേക്കിൻ്റെ കളർ തന്നെയാണ്. പെയിൻ്റടി ഏകദേശമല്ല, പെയിൻ്റടി കഴിഞ്ഞു. നമ്മൾ 6 ലിറ്റർ പെയിൻ്റാണ് മേടിച്ചത്. 6 ലിറ്റർ കൊണ്ട് നമ്മൾ അടിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അടിച്ചു. മൊത്തം തികഞ്ഞു, 2 കോട്ട് അടിച്ചു. ബാലൻസ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ഈ താഴ്ഭാഗവും പിന്നെ ഈ സൈഡിൽ ഒരു കുറച്ച് പോർഷൻ തേച്ച് വെച്ച ഒരു ഭാഗം ഉണ്ടായിരുന്നു, അതുകൂടെ അടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് തികഞ്ഞില്ല കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കറക്റ്റ് മുമ്പ് വശത്തിനുള്ളൊരു കണക്കിനാണ് മേടിച്ചത്. ഏതായാലും പെയിൻ്റടി കഴിഞ്ഞപ്പോൾ ഡോറ് സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഫാമിലെ ആളുകൾക്ക് കിലോമീറ്ററുകൾ പോയി വേണം പച്ചക്കറി മേടിക്കാൻ. അതുകൊണ്ട് പച്ചക്കറിയൊക്കെ ഇങ്ങനെ വണ്ടിക്കകത്താക്കി ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ. മധുരക്കിഴങ്ങ്, ചേമ്പ് 2 കിലോ 100 രൂപ, കപ്പ 3 കിലോ 100 രൂപ, മധുരക്കിഴങ്ങ് 3 കിലോ 100 രൂപ, സബോള 4 കിലോ 100 രൂപ. ഏതായാലും ഇത് പ്രവേശവും ഒരു കോട്ട് അടിച്ചു കഴിഞ്ഞു കേട്ടോ. സെക്കൻഡ് കോട്ട് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. രണ്ടാം ഘട്ട പെയിൻറ്റിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാതിലാണിപ്പോൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനാമൽ ഇതാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് മുൻവശത്തു നിന്നും പുറകുവശത്തു നിന്നും ഊരിയെടുത്ത വാതിൽ ഇതേ ഒരു കഷ്ണം അവർ ടോയ്ലറ്റിന് വേണ്ടി കൊണ്ടുപോയി ഫിറ്റ് ചെയ്തു. ടോയ്ലറ്റിന് വാതിലില്ലായിരുന്നു എന്ന് പറഞ്ഞ് ടോയ്ലറ്റിൽ ഇപ്പോൾ ആ പഴയ ഡോറ് പറഞ്ഞ് ഫിറ്റ് ചെയ്തു. ബാക്കി ഇതേ ഒരു ഡോർ, ഇത് ഈ 2 ഡോറായിരുന്നു കേട്ടോ. ആ ഡോറിൻ്റെ വസ്തുക്കളുണ്ടല്ലോ. പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വളരെ ഭംഗിയായി കേട്ടോ. നമ്മൾ നല്ല ഉഷാറായി, നല്ലൊരു ഐശ്വര്യമായി കേട്ടോ. ഏതായാലും പെയിൻറ്റിങ് നമുക്കുള്ള രീതിയിൽ പെയിൻറ്റിങ്ങും ചെയ്തിട്ടുണ്ടെങ്കിൽ ബാലൻസ് പെയിൻറ്റ് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് ചെയ്യണമെന്നുണ്ട് ഈ ഒരു പോർഷൻ. അപ്പോൾ ഏതായാലും നമ്മുടെ പെയിൻറ്റിങ്ങും പോളിഷ് വർക്കിങ്ങും ഒക്കെ ഏകദേശം കഴിഞ്ഞു. ജിത്തു ചേട്ടാ സന്തോഷമായോ? സന്തോഷമായി. ഇത് നമുക്ക് ചെയ്തു തന്ന കേട്ടോ പ്രദീപ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. ചേട്ടൻ മസ്കറ്റിലാണ് ജോലി ചെയ്യുന്നത്, എറണാകുളം സ്വദേശിയാണ്. അപ്പോൾ ചേട്ടനാണ് നമുക്ക് ഇതിനു വേണ്ടി ഈ ഡോറിന് വേണ്ടിയും ഇതിൻ്റെ പെയിൻറ്റിങ്ങിന് വേണ്ടിയൊക്കെ പൈസ മുടക്കിയത് കേട്ടോ. അപ്പോൾ ചേട്ടനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ചേട്ടനോട് നന്ദിയും കടപ്പാടും ഉണ്ട്. നമ്മളെ ഈ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷിച്ച ചേട്ടൻ്റെ കുടുംബത്തിനും നല്ലത് വരട്ടെ. അതേപോലെ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ഓരോ പ്രശ്നൻ്റെ കാര്യങ്ങളുണ്ട് അടുത്ത്, അതിന് പൈസ വേണം. അതുകൊണ്ട് പൈസ ഇല്ലാത്തത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടാണ്. ഇതുവരെ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം എങ്കിലും എങ്ങനെയെങ്കിലും എന്തെങ്കിലും കയ്യിൽ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി ചെയ്യാമെന്നുള്ളൊരു, അതുകൊണ്ട് വേറെ വരുമാനമൊന്നുമില്ല. ഇത് വയറ്റിൽ മുഴയാണല്ലേ? വയറ്റിൽ മുഴയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് ഇനിയിപ്പോൾ ചേട്ടൻ ഇനി എന്താ ചെയ്യാനുള്ളത്? ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ഓപ്പറേഷൻ ചെയ്യാനുണ്ട്.
അതുകൊണ്ട് അതിന് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. പൈസക്ക് ബുദ്ധിമുട്ടുണ്ടല്ലേ. നമ്മുടെ വീടൊക്കെ പെയിൻ്റ് അടിച്ചു, കളറൊക്കെ ഇഷ്ടപ്പെട്ടോ? കളറൊക്കെ ഇഷ്ടപ്പെട്ടല്ലേ. കഴിഞ്ഞ വർഷം നമ്മളിപ്പോൾ ഏകദേശം ഒരു 9 മാസം മുന്നേ ആണല്ലേ നമ്മൾ ആ വാതിൽ ആന ചവിട്ടി പൊളിച്ചല്ലേ. അന്ന് ഞാൻ എടുത്ത വീഡിയോ ആണ് അത്. ഒരു 2-3 മാസം മുന്നെയാണ് ഒരാൾക്കാർ കണ്ടിട്ട് പിന്നെ കറണ്ടിന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും നമുക്ക് പൈസ മുടക്കി. അതിനുശേഷം ഇപ്പോൾ പ്രതിഭേട്ടൻ നമുക്ക് ഈ പെയിൻറ്റും അതുപോലെ തന്നെ ഡോറിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തു തന്നിരിക്കുകയാണ്. പുതിയ തേക്കിൻ്റെ ഡോറ് തന്നെ വെച്ചിരിക്കുകയാണ്. മൊത്തം പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിപ്പോൾ നല്ല ഭംഗിയായി കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ഒരു പണിയും കൂടെ ബാക്കിയുണ്ട്. അത് ഞാൻ എൻ്റെ പോർഷനിൽ കാണിക്കുന്നതായിരിക്കും. അതിപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഏതായാലും സന്തോഷമായില്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അടച്ചുറപ്പുള്ളൊരു വാതിൽ, അതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടിയിരുന്നത്. അതേതായാലും കിട്ടി കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ചേട്ടൻ? വേറെ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ആശുപത്രി പോകേണ്ട ഒരു സഹായം ആരെങ്കിലും ചെയ്തെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ളത്. ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നത് ഇതിനകത്ത് ഏത് സമയത്തും ആന ഇതിൻ്റെ അകത്ത് ഇറങ്ങുന്നതാണ്. MRI കേട്ടത് ഇത് കുറേ എണ്ണം ഉണ്ട്. നമുക്ക് കണ്ടാലൊന്നും മനസ്സിലാവില്ല. ഏതായാലും അവർ പറയുന്ന 100% ഉള്ള കാര്യം തന്നെയാണ്. അവർക്ക് ചികിത്സയ്ക്കായിട്ട് പൈസ ആവശ്യമുണ്ട്. ഇതൊക്കെ ആശുപത്രിയിൽ അവർ അന്ന് പോയി ടെസ്റ്റ് ചെയ്തതിൻ്റെയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതല്ലോ, നിങ്ങൾക്ക് സ്ലോ ആക്കി ഈ വീഡിയോ കാണാവുന്നതാണ്. എന്തായാലും സംഭവം ഉള്ളത് തന്നെയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇവരുടെ ചികിത്സാ സഹായം കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. എനിക്ക് അക്കൗണ്ട് നമ്പർ പരസ്യമായിട്ട് ഇടാൻ ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ വീഡിയോ യൂട്യൂബ് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നേരിട്ട് ഇവരുടെ അക്കൗണ്ട് നമ്പർ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള എനാമൽ പെയിൻറ്റ് ഇതിൻ്റെ താഴെ ഭാഗത്തും കൂടെ അടിക്കുകയാണ് കേട്ടോ. ഹലോ ജിത്തു, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് രണ്ടുപേർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാൻ ഈ ഫ്രെയിം എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ ചാനൽ കാണാറുണ്ട്. അപ്പോൾ അതിലൂടെയാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയാറുള്ളത്. അവിടെയുള്ള ആനശല്യവും മൃഗങ്ങളുടെ ശല്യവും പിന്നെ അതുപോലെ നിങ്ങളുടെ ഇലക്ട്രിസിറ്റിയുടെ മീറ്റർ ഊരിക്കൊണ്ടുപോയ കഥയെല്ലാം ഞാൻ ഇതിൽ കൂടെ അറിഞ്ഞത്. കുറച്ച് നല്ല മനസ്സുള്ളവർ നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടാനുള്ള സഹായമൊക്കെ ചെയ്തതും അതെല്ലാം വളരെ സന്തോഷമായി കണ്ടു. ആ സമയത്ത് ഞാൻ അറിഞ്ഞത് നിങ്ങളുടെ വീടിന്റെ വാതിൽ ആന ചവിട്ടി പൊളിച്ചതും പുറകിലത്തെ വാതിൽ ചാരിയ വെച്ചേക്കണേ, ഫ്രണ്ടിലത്തതും പറഞ്ഞു പോവാറായി ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണെന്നെല്ലാം അറിഞ്ഞു. രാത്രിയൊക്കെ നിങ്ങൾ വേറെ വീടുകളിലൊക്കെ പോയി കിടക്കുന്നതെന്നൊക്കെ ഞാൻ കണ്ടു ആ വീഡിയോയിലൂടെ. അപ്പൊ എന്റെ മനസ്സിൽ തോന്നിയതാ എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നത് ഒരു സഹായം എന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് എന്റെ മനസ്സിനകത്തൊരു ആഗ്രഹം വന്നതിന്റെ ഇതിലാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കഥയെല്ലാം വെച്ചു. ഞാൻ ആ വീടൊക്കെ ഫോട്ടോ ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ കഥയെല്ലാം വെച്ച് പെയിന്റൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രസമുണ്ട് കാണാൻ. എന്റെ വീട് വെച്ച ഒരു പോലത്തെ ഒരു ഫീലിംഗ് ആണ് എന്റെ മനസ്സിനകത്ത് വരുന്നത്. എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട് അത്. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തായാലും മൃഗങ്ങളുടെ ശല്യം ഇല്ലാണ്ട് വീട്ടിനകത്ത് കിടന്ന് ഉറങ്ങാമല്ലോ. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ധൈര്യത്തോടെ സന്തോഷത്തോടെ എല്ലാവരും ആ വീട്ടിൽ താമസിക്കുക. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഒരു അധ്വാനത്തിൻ്റെ ഫലമാണിത്. അധ്വാനം എന്ന് പറഞ്ഞാൽ ഞാൻ അധ്വാനിച്ചിട്ടില്ല. പൈസ മുടക്കിയതൊക്കെ നമ്മുടെ പ്രദീപേട്ടനാണ്. പ്രദീപേട്ടന് 1000 നന്ദി എൻ്റെ ഭാഗത്തു നിന്നും കൂടെ പറയാണ്. അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം അത് അത്ര അത്യാവശ്യമുള്ളൊരു സംഭവമായിരുന്നു. കാരണം ഈ ആനക്കാട്ടിൽ ഒരു വാതിൽ പോലും നിരജീവനില്ലാതെ താമസിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. ഏതായാലും നമ്മുടെ ആ വീഡിയോ കൊണ്ട് അങ്ങനെ ഒരു ഗുണമാണ് കേട്ടോ. ചില ആളുകളൊക്കെ നമ്മുടെ വീഡിയോയുടെ അടി വന്ന് കമൻറ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഇങ്ങനെ എടുത്തിട്ടിട്ട് ആർക്കെന്ത് ഗുണമാണ്, എന്താണ് ഗുണം കിട്ടുന്നത്, നിങ്ങൾ ഇത് ചെയ്ത് നിങ്ങൾ റീച്ച് ഉണ്ടാക്കുന്നതല്ലാണ്ട് മറ്റെന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചില ആളുകൾ, പ്രത്യേകിച്ച് ചില ആളുകൾ സ്ഥിരമായിട്ട് നമ്മുടെ ചാനലിൻ്റെ അടി വന്ന് കമൻറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരോട് ഒന്നേ പറയാനുള്ളൂ, ഇത്തരം വീഡിയോകളൊക്കെ കാണുക. തൊട്ട് മുന്നേ നമ്മളിവിടെ ഇവർക്ക് തന്നെ കറണ്ട് വെച്ച് കൊടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് 2 പേരാണ് മുന്നോട്ട് വന്നത്. ഇന്ന് പ്രതിഭേട്ടനാണ് മുന്നോട്ട് വന്നത്. അപ്പോൾ ഇതൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കാൻ പറ്റില്ല എങ്കിൽ പോലും നമ്മുടെ വീഡിയോ കൊണ്ട് അവർക്ക് ഇത്തരം ഉപകാരങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെ കൊണ്ട് അത് ഞാൻ ഇപ്പോൾ ഈ 2-3 ദിവസമാണെങ്കിലും ഇതിനു വേണ്ടി തന്നെ മെനക്കെട്ട് ഞാൻ ഓരോ ദിവസവും ഇവിടെ വന്ന് ആ ചെയ്യുന്ന പണി വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ തന്നെ, പണിക്കാരുടെ കൂടെ തന്നെ നിന്ന് ഈ പണി പൂർത്തിയാക്കി. ഇപ്പോൾ ഏതായാലും വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി. അതിൻ്റെ ഫൈനൽ ഫോട്ടോ ഇനി നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഏതായാലും വലിയ സന്തോഷം തന്നെയാണ് എനിക്കുള്ളത്. അതുമാത്രമല്ല, പ്രദീപേട്ടൻ ഈ ഒരു വർക്കിന് വേണ്ടി, ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് 24,000-നടുത്ത് രൂപ ഇവർക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞേ തീരൂ.
24,000 രൂപ പല തവണയായിട്ട് പല കാര്യങ്ങൾക്കുള്ള ഓരോ പ്രാവശ്യത്തെയും ആവശ്യങ്ങൾക്ക് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്രെയിം ചാനലിൻ്റെ പേരിൽ പ്രദീപേട്ടനും 1000 നന്ദി ഞാൻ പറയുകയാണ് കേട്ടോ. കാരണം നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് അങ്ങനെ ഒരു മനസ്സുണ്ടാകുകയും പൈസ മുടക്കാമെന്ന് പറയുകയും നമ്മുടെ കൂടെ അതിനുവേണ്ടി നിൽക്കുകയും ചെയ്തു. ഏതായാലും ഞാനിപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശം ഇവരുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്തുള്ള സ്ഥലമാണ് എങ്കിൽ പോലും ഇതൊക്കെ സ്ഥിരമായിട്ട് ആന വരുന്ന പ്രദേശമാണ്. സ്ഥിരമായിട്ട് ആന എന്ന് പറഞ്ഞാൽ ഈ തൊട്ട് വീടിൻ്റെ ഈ സൈഡിൽ കൂടെ ഒക്കെ ആനപ്പിണ്ടമൊക്കെ കിടക്കുന്ന നിങ്ങൾക്ക് കാണാം. നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെയല്ല കുറച്ച് രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നത്. ഏതായാലും അവർക്ക് ആ വാതിൽ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അത് ഏതായാലും നടന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും പ്രദീപേട്ടന് മാത്രമുള്ളതാണ്. വളരെ നന്ദി പ്രദീപേട്ടന് ഞാൻ പറയുകയാണ്. ഇനിയും ഒത്തിരി ആളുകൾ ഇതുപോലെ മുന്നോട്ട് വരട്ടെ എന്ന് കരുതി മാത്രമാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതും. ഇതുപോലെ ഒത്തിരി ആളുകളുടെ വിഷയങ്ങൾ നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത്. എല്ലാവരെയും ഒന്നും നമുക്ക് സഹായിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ സെലക്റ്റീവായിട്ട് അത്ര അത്യാവശ്യമുള്ള ചില ആളുകളെയൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആൾക്കാർക്ക് സഹായിക്കാനായിട്ട് മനസ്സ് വരുവാണെങ്കിൽ അത്രയും സന്തോഷം. പ്രത്യേകിച്ച് തൊട്ട് മുന്നേ ഞാൻ കാണിച്ചൊരു 9-ാം ബ്ലോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആളുകളുടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ ഒരു ആസ്പെറ്റോസ് മാത്രമായിട്ട് മണ്ണുകൊണ്ട് തേച്ച ഒരു വീടും കാര്യങ്ങളൊക്കെ ഒരു അവസ്ഥയൊക്കെ കണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ സഹായിക്കാൻ ആർക്കെങ്കിലുമൊക്കെ മനസ്സുണ്ടെങ്കിൽ മുന്നോട്ട് വരിക, അതൊന്ന് അറിയിക്കുക കേട്ടോ. ഏതായാലും വളരെ സന്തോഷത്തോടെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്